നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മധ്യവർഗത്തെ സന്തോഷിപ്പിക്കുന്ന നികുതി പ്രഖ്യാപനങ്ങളോടെ നിർമ്മല സീതാരാമന്റെ ബജറ്റ് അവതരണം. ബീഹാറിന് കോളടിച്ചപ്പോൾ കേരളത്തിന് അവഗണന. 12 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായ നികുതി ഒഴിവാക്കി. പുന്നൂർക്കുളം നാക്കോലയിൽ ഷാപ്പിൽ നിന്നും കള്ളുകുടിച്ചതിനു ശേഷം ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട 2 പേർ വടക്കേക്കാട് CHCയിലും തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലും ചികിത്സ തേടി. അണ്ടത്തോട് സ്വദേശികളായ തറയിൽ ശാലോം, അണ്ടത്തോട് കാട്ടിലകത്ത് മനീഷ് എന്നിവർക്കാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടി കൌൺസിൽ യോഗ തീരുമാനങ്ങൾ മാറ്റിയെഴുതുന്നു എന്നാരോപിച്ച് കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. സ്വകാര്യ ബസ്സുകളുടെ നഗ്നമായ ട്രാഫിക് ലംഘനത്തെ ചൊല്ലി ഭരണകക്ഷി അംഗം ഉൾപ്പെടെയുള്ളവർ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. രാജ്യത്തെ പ്രമുഖ തീർത്ഥാടന നഗരിയായ ഗുരുവായൂരിൽ നിന്നും ചോലൂർപടി വഴി തൃശൂരിലേക്ക് രാത്രിയിൽ ബസ് സർവീസ് ഇല്ലാത്തത് യാത്രക്കാരെ വലയ്ക്കുന്നു. കോവിഡിന് മുമ്പുണ്ടായിരുന്ന സർവീസുകൾ പുനരാരംഭിക്കാത്തതാണ് രാത്രികാല യാത്രക്കാരെ വലയ്ക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക്. മധ്യവർഗത്തെ സന്തോഷിപ്പിക്കുന്ന നികുതി പ്രഖ്യാപനങ്ങളോടെ നിർമ്മല സീതാരാമന്റെ ബജറ്റ് അവതരണം. ബീഹാറിന് കോളടിച്ചപ്പോൾ കേരളത്തിനോട് പതിവ് പോലെ അവഗണന പുലർത്തി. 3ാം മോദി സർക്കാരിന്റെ 2ാമത് സമ്പൂർണ്ണ ബജറ്റാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്. മധ്യവർഗത്തെ സന്തോഷിപ്പിക്കുന്ന നിരവധി പ്രഖ്യാപനങ്ങളാണ് നികുതിയുമായി ബന്ധപ്പെട്ട ബജറ്റിലുള്ളത്. നികുതി ഘടനയിലെ മാറ്റമാണ് ബജറ്റിനെ ഇത്തവണ ജനപ്രിയമാക്കുന്നത്. 12 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായ നികുതിയില്ല. മധ്യ ഇടത്തരം വിഭാഗക്കാർക്കായി വൻ ഇളവാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 12 ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ളവർക്ക് 80,000 രൂപ ലാഭിക്കാം. 18 ലക്ഷമുള്ളവർക്ക് 70,000 ലാഭിക്കാം. 25 ലക്ഷമുള്ളവർക്ക് 1.1 ലക്ഷം രൂപയുടെ നേട്ടമാണ് പ്രഖ്യാപനത്തിലൂടെ ഉണ്ടാവുക. TDS-ഉം RCS-ഉം ഫയൽ ചെയ്യാനുള്ള കാലാവധി 4 വർഷമായി ഉയർത്തിയിട്ടുണ്ട്. ഇവ ഫയൽ ചെയ്യാതിരിക്കുന്നത് ഇനി മുതൽ ക്രിമിനൽ കുറ്റമായി കണക്കാക്കില്ലെന്നും പുതിയ ആദായ നികുതി ബിൽ അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി വ്യക്തമാക്കി. മൊബൈൽ ഫോണിനും ജീവൻ രക്ഷാ ഔഷധങ്ങൾക്കും വില കുറയുമെന്നത് സാധാരണക്കാരെ സംബന്ധിച്ച് സന്തോഷകരമാണ്. 36 ജീവൻ രക്ഷാ മരുന്നുകൾക്ക് കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കിയിട്ടുണ്ട്. ക്യാൻസർ രോഗികൾക്കുൾപ്പെടെ 7ഓളം ജീവൻ രക്ഷാ മരുന്നുകൾക്ക് വില കുറയും. ഇലക്ട്രിക് വാഹനങ്ങളുടെ വിലയിലും കുറവ് വരും. ലെതർ ഉൽപ്പന്നങ്ങൾ, കരകൌശല വസ്തുക്കൾ, സമുദ്ര ഭക്ഷ്യോൽപ്പന്നങ്ങൾ എന്നിവയും വില കുറയുന്നവയുടെ പട്ടികയിലുണ്ട്. നവംബറിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിന് വാരിക്കോരിയാണ് സഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പുതിയ ഗ്രീൻഫീൽഡ് എയർപോർട്ട്, കർഷകർക്ക് മഖാന ബോർഡ്, നാഷണൽ ഫുഡ് ടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് അടക്കം ബീഹാറിനായി പ്രഖ്യാപനം നിരവധിയാണ്. എന്നാൽ കേരളത്തെ സംബന്ധിച്ച് സമ്പൂർണ്ണ നിരാശ പകരുന്നതാണ് ബജറ്റ്. കേരളം ആവശ്യപ്പെട്ട പ്രധാന കാര്യങ്ങളൊന്നും ബജറ്റിൽ പരിഗണിക്കപ്പെട്ടിട്ടില്ല. സംസ്ഥാനത്തിന്റെ പേര് പോലും പരാമർശിക്കപ്പെടാത്ത ബജറ്റിൽ കേരളത്തിനായി യാതൊരു പ്രത്യേക പ്രഖ്യാപനങ്ങളുമില്ല. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവും കേരളം കാത്തിരുന്ന എയിംസും ധനമന്ത്രി പരാമർശിച്ചതേയില്ല. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ആവശ്യപ്പെട്ട 24,000 കോടിയുടെ പ്രത്യേക പാക്കേജും കിട്ടിയില്ല. സിൽവർ ലൈൻ പദ്ധതിയിലും കേരളത്തിന് ഇത്തവണത്തെ ബജറ്റിലും നിരാശ തന്നെയാണ്. രാജ്യത്തെയാകെ നടുക്കിയ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ശേഷം ആ പ്രദേശത്തിന്റെ പുനർനിർമ്മാണത്തിനായി പ്രത്യേക പാക്കേജുകളൊന്നും പരാമർശിക്കാത്തതാണ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കേരളത്തിന് ഏറ്റവുമധികം നിരാശയുണ്ടാക്കുന്നത്. പുന്നൂർക്കുളം നാക്കോലയിൽ ഷാപ്പിൽ നിന്നും കള്ളു കുടിച്ചതിനു ശേഷം ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട 2 പേർ വടക്കേക്കാട് CHCയിലും തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലും ചികിത്സ തേടി. അണ്ടത്തോട് തറയിൽ ശാലോം, അണ്ടത്തോട് കാട്ടിലകത്ത് മനീഷ് എന്നിവർക്കാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. ശനിയാഴ്ച രാവിലെ 10:30യോടെയാണ് സംഭവം. ഷാപ്പിൽ നിന്നും കള്ളു കുടിച്ചതിനു ശേഷമാണ് ഇവർക്ക് കലശലായ ഛർദിയും തലചുറ്റലും അനുഭവപ്പെട്ടതെന്ന് പറയുന്നു. ചാവക്കാട് എക്സൈസ് ഇൻസ്പെക്ടർ റിൻറ്റോയുടെ നേതൃത്വത്തിൽ എക്സൈസ് സംഘവും ആരോഗ്യ വിഭാഗവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഷാപ്പ് താൽക്കാലികമായി അടച്ചിടാൻ നിർദ്ദേശം നൽകി. സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടി കൌൺസിൽ യോഗ തീരുമാനങ്ങൾ മാറ്റി എഴുതുന്നു എന്നാരോപിച്ച് കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. സ്വകാര്യ ബസ്സുകളുടെ നഗ്നമായ ട്രാഫിക് ലംഘനത്തെ ചൊല്ലി ഭരണകക്ഷിയംഗം ഉൾപ്പെടെയുള്ളവർ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ശനിയാഴ്ച നടന്ന കൗൺസിൽ യോഗത്തിലാണ് കോൺഗ്രസ് RMP അംഗങ്ങൾ പ്രതിഷേധിച്ചത്.
നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കടമുറികളുടെ വാടകയുടെ ഡെപ്പോസിറ്റ് തുക 15 ലക്ഷത്തിൽ കൂടുതലുള്ളവർക്ക് തിരിച്ചു നൽകുന്നതിനായുള്ള നിർദ്ദേശം പുതിയതായി ഉൾപ്പെടുത്തിയെന്ന് ബിജു സി ബേബി ആരോപിച്ചു. കൗൺസിലെടുത്ത തീരുമാനങ്ങൾ യഥാസമയം സകർമ്മ പോർട്ടലിൽ ലഭ്യമാക്കാതെ പിന്നീട് തിരുത്തുകയാണ്. കടമുറികളുടെ വാടക സംബന്ധിച്ച ബൈലോയിൽ വരുത്തിയ തിരുത്തലിലൂടെ 3 സ്വകാര്യ വ്യക്തികൾക്ക് മാത്രമാണ് പ്രയോജനമുണ്ടാകുന്നത്. ഇതുവഴി ലക്ഷങ്ങളുടെ അഴിമതി നടന്നതായും കൗൺസിലർ ആരോപിച്ചു. എന്നാൽ വാടക കുടിശ്ശികയുണ്ടെങ്കിൽ കൂടുതലായുള്ള ഡെപ്പോസിറ്റ് തുകയിൽ നിന്നും ക്രമീകരിക്കാനുള്ള നിർദ്ദേശം കൗൺസിൽ യോഗത്തിൽ താൻ ഉന്നയിച്ചതാണെന്നും വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ പറഞ്ഞു. മറ്റ് ഭരണകക്ഷി അംഗങ്ങളും ഇതിനെ പിന്തുണച്ചു. എന്നാൽ ഇത് അംഗീകരിക്കാതിരുന്ന പ്രതിപക്ഷാംഗങ്ങൾ ചെയർപേഴ്സന്റെ മേശയ്ക്ക് മുന്നിലെത്തി മുദ്രാവാക്യങ്ങൾ ഉയർത്തി പ്രതിഷേധിക്കുകയായിരുന്നു. തുടർന്ന് അജണ്ടകൾ ചർച്ച ചെയ്യാതെ അംഗീകരിച്ചതായി അറിയിച്ച് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ യോഗം പിരിച്ചുവിട്ടു. നഗരത്തിലെ ഗതാഗത ക്രമീകരണങ്ങൾ സ്വകാര്യ ബസ്സുകൾ ലംഘിക്കുന്നത് വീണ്ടും ചർച്ചയായി. പുതിയ ബസ് സ്റ്റാൻഡ് നോക്കുകുത്തിയായ അവസ്ഥയിലാണെന്ന് ഭരണസമിതിയിലെ സ്വതന്ത്രംഗവും ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷനുമായ ടി സോമശേഖരൻ വിമർശിച്ചു. വിഷയം പരിഹരിക്കുന്നതിനായി ചെയർപേഴ്സൺ SP-യുമായി ചർച്ച നടത്തിയിട്ട് 3 മാസം കഴിഞ്ഞിട്ടും എന്ത് നടപടിയെടുത്തുവെന്നും സ്വകാര്യ ബസ് ഉടമകളെ പേടിയാണോ എന്നും കോൺഗ്രസ് അംഗം ലബീബ് ഹസൻ ചോദിച്ചു. തീരുമാനങ്ങൾ ഒറ്റയടിക്ക് നടപ്പിലാക്കാനാകില്ലെന്നും 12 ഹോംഗാർഡുമാരെ നിയമിക്കാനുള്ള നടപടികൾ തുടങ്ങിയതായും ചെയർപേഴ്സൺ മറുപടി നൽകി. കൗൺസിൽ യോഗത്തിൽ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ്, പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പ്രിയ സജീഷ്, കൗൺസിലർമാരായ ഷാജി ആലിക്കൽ, ബീന രവി തുടങ്ങിയവർ ചർച്ചകളിൽ പങ്കെടുത്തു. എരുമപ്പെട്ടി പുഴയിൽ അറവ് മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. പഴവൂർ പാലത്തിന് താഴെയാണ് പുലർച്ചെ അറവ് അവശിഷ്ടങ്ങൾ തള്ളിയിരിക്കുന്നത്. പ്ലാസ്റ്റിക് കവറുകളിലാക്കിയാണ് മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത്. പാലത്തിനും ആറാട്ടുകടവ് തടയണയ്ക്കും സമീപം അറവ് അവശിഷ്ടങ്ങൾ തള്ളുന്നത് പതിവായിരിക്കുകയാണ്. പരിസരവാസികൾ വേനലിൽ തുണി അലക്കുന്നതിനും കുളിക്കുന്നതിനും ഈ കടവുകളെ ആശ്രയിക്കുന്നുണ്ട്. ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന മാംസാവശിഷ്ടങ്ങൾ വെള്ളത്തിൽ കെട്ടിക്കിടക്കുന്നത് നാട്ടുകാരെ ബുദ്ധിമുട്ടിലാക്കുകയാണ്. വിദ്യാഭ്യാസം ജനകീയവും ജനാധിപത്യപരവുമാകണമെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രിയും CPIM ജില്ലാ കമ്മിറ്റി അംഗവുമായ പ്രൊഫസർ C. രവീന്ദ്രനാഥ്. CPIM നേതാവും കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായിരുന്ന PN സുഗുദേവന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രവീന്ദ്രനാഥ്. നിലനിൽക്കുന്ന വ്യവസ്ഥയിൽ ചൂഷണങ്ങളുടെ സാധ്യത അനന്തമാണ്. വിദ്യാഭ്യാസത്തിൽ ചിലർക്ക് ആധിപത്യമുണ്ടാവുക, വിദ്യാർത്ഥിക്ക് ജനാധിപത്യ സംസ്കാരം ഇല്ലാതാവുക എന്നതൊക്കെ സാമ്പ്രദായിക വിദ്യാഭ്യാസത്തിന്റെ ഘടകങ്ങളാണ്. അതിനാൽ തന്നെ ഇതെല്ലാം മാറി എല്ലാവർക്കും ഒരുപോലെ വിദ്യാഭ്യാസം ലഭ്യമാകണം. ഇത് പ്രാവർത്തികമാകണമെങ്കിൽ വിദ്യാഭ്യാസം പണം കൊടുത്ത് നേടാനുള്ളതാകരുത്. പണത്തിന്റെയും ജാതിമത ചിന്തകളുടെയും ആധിപത്യം ഉണ്ടാകരുത്. മതനിരപേക്ഷമായ ഒരു അന്തരീക്ഷത്തിൽ സാർവത്രികവും സൗജന്യവുമായി വിദ്യാഭ്യാസം മാറിയാൽ സമൂഹത്തിലെ എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കുമെന്നും പ്രൊഫസർ രവീന്ദ്രനാഥ് കൂട്ടിച്ചേർത്തു. വിദ്യാഭ്യാസത്തിൽ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപക കേന്ദ്രീകൃത വിദ്യാഭ്യാസത്തിൽ ചിലർക്ക് ആധിപത്യം ഉണ്ടാവുക, വിദ്യാർത്ഥിക്ക് ജനാധിപത്യ സംസ്കാരം ഇല്ലാതാവുക എന്നതൊക്കെ സാമ്പ്രദായിക വിദ്യാഭ്യാസത്തിന്റെ ഘടകങ്ങളാണ്. അതുകൊണ്ട് അതൊക്കെ മാറി എല്ലാവർക്കും വിദ്യ കിട്ടും. ഈ പോയിന്റാണ് പ്രധാനം. ഈ സമൂഹത്തിൽ എല്ലാവർക്കും ഒരുപോലെ വിദ്യാഭ്യാസം കിട്ടണം. അങ്ങനെ കിട്ടണമെങ്കിൽ വിദ്യാഭ്യാസം പണം കൊടുത്ത് നേടാനുള്ളത് ആകരുത്. കാരണം പണം കൊടുക്കാൻ പറ്റാത്തവരാണ് പാവപ്പെട്ടത്. ജാതിമത ചിന്തകളുടെ ആധിപത്യം ഉണ്ടാകരുത്. മതനിരപേക്ഷമായ ഒരു അന്തരീക്ഷത്തിൽ സാർവത്രികമായ വിദ്യാഭ്യാസം, സൗജന്യമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയാൽ സമൂഹത്തിലെ എല്ലാവർക്കും മറ്റം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണം എന്ന വിഷയത്തെ ആസ്പദമാക്കി നടന്ന സെമിനാറിൽ CPIM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം C. അംബികേശൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK വാസു, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KF ഡേവിസ്, M. ബാലാജി, ഏരിയ സെക്രട്ടറി K. കൊച്ചനിയൻ, ഏരിയ കമ്മിറ്റി അംഗം PM മുസ്തഫ, പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ, വൈസ് പ്രസിഡന്റ് ധനൻ, ലോക്കൽ സെക്രട്ടറി KS ദിലീപ്, ലോക്കൽ കമ്മിറ്റി അംഗം NA ബാലചന്ദ്രൻ, സുദേവന്റെ പത്നി ജനത ടീച്ചർ എന്നിവർ സംസാരിച്ചു. പുന്നൂക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ശ്രീകോവിലിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറാൻ ശ്രമിച്ച യുവാവിന്റെ പേരിൽ വടക്കേക്കാട് പോലീസ് കേസെടുത്തു.
തൃപ്പറ്റ് സ്വദേശി ചാണയിൽ ജിതേന്ദ്രന്റെ പേരിലാണ് കേസ്. ഇത് സംബന്ധിച്ച് ക്ഷേത്രം ഭാരവാഹികൾ പരാതി നൽകിയിരുന്നു. ഭാരവാഹികളെ ഇയാൾ കയ്യേറ്റം ചെയ്തതായും പരാതിയുണ്ട്. ശ്രീകോവിലിനുള്ളിലേക്ക് കയറുന്നത് തടയുന്നതിനിടെയാണ് ഭാരവാഹികൾക്ക് നേരെ കയ്യേറ്റമുണ്ടായത്. ചൊവ്വാഴ്ച ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്നതിനിടെ വൈകിട്ടാണ് സംഭവം നടന്നത്. വരവ് ഉത്സവങ്ങൾ ക്ഷേത്രമുറ്റത്തേക്ക് കയറുന്നതിനിടെ ഇയാൾ ശ്രീകോവിലിനുള്ളിലേക്ക് ഓടിക്കയറുകയായിരുന്നു. തുടർന്ന് സോപാനത്തിൽ കയറി നിന്ന ഇയാളെ ഭാരവാഹികൾ താഴേക്കിറക്കി. ഇതിനിടെയാണ് ഇവർക്ക് നേരെ കയ്യേറ്റമുണ്ടായത്. സംഭവ സമയം സ്ഥലത്തുണ്ടായിരുന്ന വടക്കേക്കാട് പോലീസും നാട്ടുകാരും ചേർന്നാണ് യുവാവിനെ ക്ഷേത്രനടയിൽ നിന്നും മാറ്റിയത്. പുറമ്പോക്ക് ഭൂമി കയ്യേറിയ എരുമപ്പെട്ടി പഞ്ചായത്ത് കോൺഗ്രസ് അംഗവും നേതാവുമായ MC ഐജുവിനെതിരെ പഞ്ചായത്ത് സെക്രട്ടറി നടപടി സ്വീകരിക്കണമെന്ന് CPIM എരുമപ്പെട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PC അബാൽമണി ആവശ്യപ്പെട്ടു. പഞ്ചായത്തിലെ കരിയന്നൂർ വില്ലേജിലെ സർവേ നമ്പർ 218-ൽ പതിറ്റാണ്ടുകളായി ഉപയോഗിച്ചിരുന്ന 3 മീറ്റർ വഴിയടക്കമുള്ള പുറമ്പോക്ക് ഭൂമിയാണ് കോൺഗ്രസ് നേതാവും 17ാം വാർഡ് മെമ്പറുമായ MC ഐജു കയ്യേറിയതായി പരാതി ഉയർന്നിട്ടുള്ളത്. ഭൂമിയുടെ അതിർത്തിയിൽ വേലി കെട്ടിത്തിരിക്കാത്തതിന്റെ മറവിലാണ് അവധി ദിനത്തിൽ പഞ്ചായത്ത് മെമ്പറും മുൻ പഞ്ചായത്ത് അംഗമായ പിതാവും ചേർന്ന് സ്വകാര്യ ഭൂമിയും പുറമ്പോക്ക് ഭൂമിയും വേലി കെട്ടിത്തിരിച്ച് സ്വന്തമാക്കിയതെന്ന് പറയുന്നു. ഈ വിഷയത്തിൽ എരുമപ്പെട്ടി മുരിങ്ങാത്തേരി വീട്ടിൽ വിൻസെന്റ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടുണ്ട്. MC ഐജു ഇത്തരത്തിൽ നിരവധി പുറമ്പോക്ക് ഭൂമി കയ്യേറ്റങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും ഇതിനെതിരെ ഉടനടി നടപടി സ്വീകരിക്കണമെന്നും CPIM എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. കോൺഗ്രസിൻ്റെ നേതാവും 17ാം വാർഡ് മെമ്പറുമായിട്ടുള്ള MC ഐജു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലവും അതുപോലെ തന്നെ പുറമ്പോക്ക് സ്ഥലവും കയ്യേറിയതായിട്ടാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. നമ്മുടെ നാട്ടിനകത്തുള്ള നിരവധി വിഷയങ്ങളിൽ കയ്യേറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഞാൻ ഇടപെടുന്നു എന്നുള്ള വലിയ പ്രചരണം ഉണ്ടാക്കിക്കൊണ്ട് സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയും പുറമ്പോക്കും ഒക്കെ തന്നെ കയ്യേറുന്ന സ്ഥിതി കോൺഗ്രസ് നേതാവിൻ്റെയും അതുപോലെ തന്നെ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗമായ പിതാവും ഉൾപ്പെടെയാണ് ഇതിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. അവിടുത്തെ തന്നെ പ്രാദേശികമായിട്ടുള്ള ഒരു വ്യക്തി പരാതി നൽകിയിട്ടുള്ള സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പുറമ്പോക്ക് ഭൂമി കയ്യേറിയ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാണ് CPIM ആവശ്യപ്പെടുന്നത്. ഗുരുവായൂരിൽ വേറിട്ട സംഗീത അനുഭവമായി 51 പേരുടെ പഞ്ചരത്ന അഷ്ടപതി അരങ്ങേറി. പഞ്ചരത്ന അഷ്ടപതി ഗുരുവായൂരപ്പന് സമർപ്പിച്ചതിന്റെ 1ാം വാർഷികത്തിന്റെ ഭാഗമായാണ് 51 പേരുടെ പഞ്ചരത്ന അഷ്ടപതി മമ്മിയൂർ ക്ഷേത്രത്തിലെ ത്രയംബകം ഹാളിൽ അരങ്ങേറിയത്. ഗീതാ ഗോവിന്ദൻ ട്രസ്റ്റും പൈതൃകവും ചേർന്നാണ് അഷ്ടപതി അവതരണത്തിന് വേദിയൊരുക്കിയത്. മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ദീപം തെളിയിച്ചു. പെരുവനം കുട്ടന്മാരാർ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് രവി ചങ്കത്ത് അധ്യക്ഷത വഹിച്ചു. ഗുരു ജ്യോതിദാസ് ഗുരുവായൂരിനെ ശിഷ്യന്മാർ ചേർന്ന് ആദരിച്ചു. മണലൂർ ഗോപിനാഥ്, KP കരുണാകരൻ, KP ഉദയൻ, കല്ലൂർ ഉണ്ണികൃഷ്ണൻ, മധു K നായർ, ബാലൻ വാറനാട്ട്, വിബീഷ് ഗുരുവായൂർ എന്നിവർ സംസാരിച്ചു. പെങ്ങാമുക്ക് പീടികേശ്വര റോഡരികിൽ വീണ്ടും മാലിന്യം തള്ളി. പഞ്ചായത്ത് അധികൃതർ നടത്തിയ പരിശോധനയിൽ മാലിന്യം തള്ളിയ വ്യക്തിയുടെ മേൽവിലാസം കണ്ടെത്തി. ഇയാളിൽ നിന്ന് പഞ്ചായത്ത് 6000 രൂപ പിഴ ഈടാക്കി. പെങ്ങാമുക്ക് റോഡിൽ മാലിന്യങ്ങൾ തള്ളുന്നത് പതിവായതോടെ റോഡരികിൽ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. ഇതോടെ മാലിന്യങ്ങൾ പീടികേശ്വര റോഡിലേക്കിടുന്നത് പതിവായി. പഞ്ചായത്ത് അംഗം പ്രദീപ് കൂനത്തിന്റെ നേതൃത്വത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങളും തൊഴിലുറപ്പ് തൊഴിലാളികളും ചേർന്ന് 2 ആഴ്ച മുമ്പ് മാലിന്യങ്ങൾ നീക്കം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും മാലിന്യം തള്ളിയത്. ഇതോടെ ഹെൽത്ത് ഇൻസ്പെക്ടർ അഞ്ജന P അരവിന്ദ്, അരുൺ K തിലകൻ എന്നിവർ നടത്തിയ പരിശോധനയിലാണ് മാലിന്യം തള്ളിയ വ്യക്തിയുടെ മേൽവിലാസം കിട്ടിയത്. മേഖലയിൽ CCTV സ്ഥാപിക്കാനും വാർഡ് തല ശുചിത്വ സമിതിയുടെ നിരീക്ഷണം ശക്തമാക്കാനും തീരുമാനിച്ചു. വാർഡിനെ സംബന്ധിച്ച് ഏറ്റവും വളരെ വിഷമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം കക്കൂസ് മാലിന്യങ്ങളും അതുപോലെ തന്നെ ഇതുപോലുള്ള മാലിന്യങ്ങൾ ഇവിടെ തള്ളുന്നത് മൂലം നിരന്തരമായിട്ട് നായ്ക്കളുടെ ശല്യം മാത്രമല്ല കാൽനട യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. പിന്നെ നമ്മുടെ തൊട്ടടുത്ത വാർഡിൽപ്പെട്ട ഒരാളുടെ അഡ്രസ്സ് അതിൽ നിന്ന് കിട്ടുകയും ആ വ്യക്തി തന്നെയാണ് ഇവിടെ ഇത് കൊടുന്ന് തള്ളിയത് എന്ന് സമ്മതിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 6000 രൂപ പഞ്ചായത്ത് അവർക്ക് ആദ്യ പരിഗണന എന്നുള്ള നിലയ്ക്ക്, അതായത് പിഴ ചുമത്തിയിട്ട് അവരെ വിടുകയാണ്. ഈ മാലിന്യങ്ങൾ അവരോട് നീക്കം ചെയ്യാൻ പറയുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അതെന്തുകൊണ്ടാണ് ഇതിങ്ങനെ നമ്മൾ പിഴ ചുമത്തി ഒരു കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നാളെ ഇതുപോലെയുള്ള മാലിന്യം തള്ളുന്നത് നമുക്ക് ഒഴിവാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇനിയുള്ള ആളുകളെങ്കിലും അത് ബോധവാന്മാരായിട്ട് നമ്മുടെ നാടാണ്, നമ്മുടെ നാടിനെ നമ്മൾ സംരക്ഷിക്കണം എന്നുള്ള ചിന്താഗതിയോട് കൂടിയിട്ട് ഈ മാലിന്യം തള്ളുന്നത് ഒന്ന് ഒഴിവാക്കണമെന്നാണ് വാർഡ് മെമ്പർ എന്ന നിലയിൽ എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. CCTV അറിയിപ്പ്.
മറ്റം സെന്റ് മേരീസ് CLP സ്കൂളിന്റെ വാർഷികാഘോഷത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഞായറാഴ്ച വൈകിട്ട് 4:30-ക്കും അഞ്ഞൂർ പാർക്കടിപുരത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഞായറാഴ്ച വൈകിട്ട് 7:10-ന് CCTV പ്രാദേശികം ചാനലിൽ സംപ്രേഷണം ചെയ്യും. ചാവക്കാട് പുത്തൻകടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിന്റെ 106-ാം വാർഷികാഘോഷം നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് അബീന അധ്യക്ഷയായി. സ്റ്റാഫ് സെക്രട്ടറി SK പ്രിയ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. പുരുഷോത്തമൻ മാസ്റ്റർ ഏർപ്പെടുത്തിയ എൻഡോമെന്റ് വിതരണം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദിവയും ഉപജില്ലാ കലോത്സവ പ്രതിഭകൾക്കുള്ള ഉപഹാര വിതരണം വാർഡ് കൗൺസിലർ PK രാധാകൃഷ്ണനും നിർവഹിച്ചു. വിരമിക്കുന്ന അധ്യാപകർക്ക് ചാവക്കാട് ഫർക്ക റൂറൽ പ്രസിഡന്റ് CA ഗോപപ്രതാപൻ ഉപഹാരം നൽകി. പൊതുരംഗത്ത് മികവാർന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾക്കുള്ള സമ്മാനദാനം ചാവക്കാട് BPC PS ഷൈജു, PTA പ്രസിഡന്റ് CA അബീന, ഹെഡ്മിസ്ട്രസ് PK റംല എന്നിവർ വിതരണം ചെയ്തു. യുവഗായകൻ ആഷിഫ് മുഹമ്മദ് ഗാനം ആലപിച്ചു. വിരമിക്കുന്ന അധ്യാപകരായ MK ജാസ്മിൻ, അജിത ടീച്ചർ എന്നിവർ മറുപടി പ്രസംഗം നടത്തി. കേച്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ കരാട്ടെ ഗ്രേഡിംഗ് ടെസ്റ്റും അവാർഡ് ദാന ചടങ്ങും സംഘടിപ്പിച്ചു. കേച്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ 2 വർഷത്തോളമായി ചൂണ്ടൽ പഞ്ചായത്തിലെ തെരഞ്ഞെടുത്ത 100 വിദ്യാർത്ഥികൾക്ക് കരാട്ടെ പരിശീലനം നടത്തിവരികയായിരുന്നു. മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും സഹകരണത്തോടെ വിജയകരമായി പൂർത്തീകരിച്ച പരിശീലനത്തിന്റെ ആദ്യ ബാച്ച് വിദ്യാർത്ഥികൾക്ക് ഓറഞ്ച് ബെൽറ്റും 2ാം ബാച്ചിലെ വിദ്യാർത്ഥികൾക്ക് യെല്ലോ ബെൽറ്റും നൽകി ഗ്രേഡിംഗ് ടെസ്റ്റ് പൂർത്തിയാക്കി. മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്ക് അവാർഡ് ദാനവും നടത്തി. ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം VP ലീല അധ്യക്ഷയായി. കരാട്ടെ ബെൽറ്റ് വിതരണം ചൂണ്ടൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ് നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജുലറ്റ് ബിനു സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി. പ്രധാനാധ്യാപിക PB സജിത ടീച്ചർ, സ്റ്റാഫ് സെക്രട്ടറി ബിന്ദു ടീച്ചർ എന്നിവർ സംസാരിച്ചു. ഗുരുധർമ്മ ചീഫ് ഇൻസ്ട്രക്ടർ പുരുഷോത്തമൻ വിദ്യാർത്ഥികളുടെ കരാട്ടെ പ്രകടനത്തിന് നേതൃത്വം നൽകി. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന ദേവാലയത്തിലെ വേളാങ്കണ്ണി മാതാവിന്റെയും അന്തോണീസിന്റെയും സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് ആരംഭം കുറിച്ച് രൂപങ്ങളുടെ എഴുന്നള്ളിപ്പ് നടന്നു. രാവിലെ നടന്ന പ്രത്യേക തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോഷി ആളൂർ, സഹവികാരി ഫാദർ പ്രകാശ് പുത്തൂർ എന്നിവർ കാർമ്മികരായി. നടത്തു കൈക്കാരൻ MK ജോൺസൺ, കൈക്കാരന്മാരായ MV ഷാൻഡോ, TS ജെയ്സൺ, TO ഷൈജു എന്നിവർ നേതൃത്വം നൽകി. കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഭീമ ഏകാദശി വിളക്കിന് തുടക്കമായി. 10 ദിവസങ്ങളിലായി നടത്തുന്ന ചടങ്ങിൽ വിശേഷാൽ പൂജകൾ, മേളത്തോടെയുള്ള ശീവേലി, ഉദയാസ്തമന പൂജ, ദേശക്കാർ നടത്തുന്ന ഏകാദശി വിളക്ക് എന്നിവ ഉണ്ടാകും. കടവല്ലൂർ കമ്മാള സമുദായമാണ് ദ്വിതീയ വിളക്ക് വഴിപാടായി നടത്തിയത്. നാഗസുരം, നൃത്തസന്ധ്യ തുടങ്ങിയവയുമുണ്ടായി. 2ാം ദിവസം അമ്പലനട ഫ്രണ്ട്സ് നടത്തുന്ന ചതുർത്ഥി വിളക്ക്, തിരുവാതിരക്കളി, നൃത്തസന്ധ്യ എന്നിവ ഉണ്ടാകും. ഏകാദശി സംഗീതോത്സവം 6-ന് വൈകിട്ട് 5:30-ന് സദനം ഹരികുമാർ ഉദ്ഘാടനം ചെയ്യും. കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം പ്രേംരാജ് ചൂണ്ടലാത്ത് അധ്യക്ഷത വഹിക്കും. 8-ന് രാവിലെ 7:30-ന് നടത്തുന്ന ഏകാദശി വിളക്ക് ശീവേലിക്ക് പഴുവിൽ രഘുമാരാരുടെ നേതൃത്വത്തിൽ മേളവും, ഉച്ചയ്ക്ക് 1:30-ന് ഗജവീരന്മാരുടെ അകമ്പടിയോടെ നടത്തുന്ന കാഴ്ച ശീവേലിക്ക് ചോറ്റാനിക്കര സുഭാഷ് നാരായണ മാരാർ, ഏലൂർ അരുൺ ദേവ് വാര്യർ എന്നിവർ നയിക്കുന്ന പഞ്ചവാദ്യവും, വൈകിട്ട് 6:30-ന് കടവല്ലൂർ ഗോപാലകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചമദ്ദളക്കേളിയും ഉണ്ടാകും. 9-ന് നടത്തുന്ന ദ്വാദശി വേലയോടെയാണ് സമാപനം. നാല് ദിവസങ്ങളായി നടത്തിവന്നിരുന്ന പുന്നൂർകുളം കടിക്കാട് ശ്രീ കരിമ്പനക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ വേല മഹോത്സവം സമാപിച്ചു. ചൊവ്വാഴ്ച വേല മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന വിശേഷാൽ പൂജകൾക്ക് ശേഷം മേൽശാന്തി കണ്ണൻ തിരുമേനിയുടെ നേതൃത്വത്തിൽ കൊടിയേറ്റവും തുടർന്ന് പൊങ്കാലയും പിന്നീട് ദീപാരാധന, ചുറ്റുവിളക്ക് എന്നിവയും ഉണ്ടായി. വേല ദിവസമായ വെള്ളിയാഴ്ച വിശേഷാൽ പൂജകൾക്ക് ശേഷം വിവിധ ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന ഉത്സവവരവ് വർണ്ണാഭമായി. വിവിധ വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ തിറ, തെയ്യം, കരിങ്കാളി തുടങ്ങിയ പ്രാചീന നാടൻ കലാരൂപങ്ങൾ ക്ഷേത്ര സന്നിധിയിലെത്തി. തുടർന്ന് ദീപാരാധനയ്ക്ക് ശേഷം ചുറ്റുവിളക്കുണ്ടായി. ക്ഷേത്രം കമ്മിറ്റി സെക്രട്ടറി ഷിമോദ് കാക്കശ്ശേരി, പ്രസിഡന്റ് CK സുമേഷ്, ട്രഷറർ അനിൽ പാലക്കൽ, ജോയിന്റ് സെക്രട്ടറി രതീഷ്, വൈസ് പ്രസിഡന്റ് ശശി പട്ടേൽ, രക്ഷാധികാരി രാജൻ പയ്യർലി തുടങ്ങിയവർ വേല മഹോത്സവത്തിന് നേതൃത്വം നൽകി.
ഗുരുവായൂർ ഇരിങ്ങപ്പുറം കൊച്ചനാംകുളങ്ങര ക്ഷേത്രോത്സവം ഈ മാസം 12-ന് ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് 7 മണിക്ക് ഉത്സവത്തിന് കൊടിയേറും. തുടർന്ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം സാഹിത്യകാരൻ പ്രസാദ് കാക്കശ്ശേരി ഉദ്ഘാടനം ചെയ്യും. ഉത്സവം വരെ വിവിധ കലാപരിപാടികളുമുണ്ടാകും. ഉത്സവ ദിവസവും നട തുറപ്പ് ദിവസവും പൊങ്കാലയുണ്ടാകും. ഉത്സവ ദിവസം രാവിലെ മുതൽ വിശേഷാൽ പൂജകളും നടക്കൽപ്പറയുമുണ്ടാകും. ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ പഞ്ചവാദ്യത്തിന്റെയും 3 ഗജവീരന്മാരുടെയും അകമ്പടിയോടെ ഭഗവതി പുറത്തേക്കെഴുന്നള്ളും. വൈകിട്ട് 5:30യോടെ വിവിധ പൂരാഘോഷ കമ്മിറ്റികളുടെ എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരും. 6:30യോടെ നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 18 ഗജവീരന്മാർ അണിനിരക്കും. തുടർന്ന് കാവടി, തെയ്യം, കാളി, കരിങ്കാളി തുടങ്ങി കലാരൂപങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതോടെ പകൽപൂരത്തിന് സമാപനമാകും. രാത്രി കൂറവലി ചടങ്ങോടെ ഉത്സവത്തിന് പരിസമാപ്തി കുറിച്ച് ക്ഷേത്ര നടയടയ്ക്കും. 19-ന് നടതുറപ്പ് മഹോത്സവം നടക്കും. ഭാരവാഹികളായ മനോജ് മേത്താനത്ത്, പ്രദീപ് കരുമത്തിൽ, KV രാമകൃഷ്ണൻ, സദാനന്ദൻ താമരശ്ശേരി, സന്തോഷ് താണിയിൽ, PG സൂര്യനാരായണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കടങ്ങോട് പഞ്ചായത്തിൽ തെരഞ്ഞെടുത്ത ഗുണഭോക്താക്കൾക്ക് ബൊക്കാഷി ബക്കറ്റ് വിതരണം ചെയ്തു. അടുക്കളയിലെ ഭക്ഷണാവശിഷ്ടങ്ങൾ നിക്ഷേപിച്ച് ജൈവവളമാക്കുന്നതിനു വേണ്ടിയാണ് ബൊക്കാഷി ബക്കറ്റ് നൽകുന്നത്. മാലിന്യ നിർമ്മാർജ്ജനം ലക്ഷ്യം വെച്ചുള്ള പദ്ധതിയിൽ ആദ്യഘട്ടം അപേക്ഷ സമർപ്പിച്ചവർക്കാണ് വിതരണം ചെയ്തത്. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് മെമ്പർ മുഹമ്മദ് കുട്ടി ആദൂർ അധ്യക്ഷനായി. സ്ഥിരം സമിതി അധ്യക്ഷ രമണി രാജൻ, മെമ്പർമാരായ സൈബുന്നിസ ഷർഫു, രജിത ഷാജി, ടെസി ഫ്രാൻസിസ്, മൈമുന ഷെബീർ, VO ജീബ എന്നിവർ പങ്കെടുത്തു. ഗ്ലോബൽ ഫാർമസ്യൂട്ടിക്കൽ BDO ഗോപിനാഥ് ക്ലാസ് എടുത്തു. ഗുരുവായൂരിൽ നിന്ന് ചൊവ്വല്ലൂർ പടി വഴി തൃശൂരിലേക്ക് രാത്രിയിൽ ബസ് സർവീസ് ഇല്ലാത്തത് യാത്രക്കാരെ വലയ്ക്കുന്നു. കോവിഡിന് മുമ്പ് ഉണ്ടായിരുന്ന സർവീസുകൾ പുനരാരംഭിക്കാത്തതാണ് രാത്രികാല യാത്രക്കാരെ വലയ്ക്കുന്നത്. രാത്രി 8:15-നാണ് ഗുരുവായൂരിൽ നിന്നുള്ള KSRTCയുടെ അവസാന ബസ്. ഇത് പോയി കഴിഞ്ഞാൽ 8:30-ന് തമിഴ്നാട് സർക്കാരിൻ്റെ ഒരു ബസ്സുണ്ട്. ഇതിനുശേഷം ഒരു സ്വകാര്യ ബസ്സുമുണ്ട്. അതും ഉറപ്പില്ല. ട്രെയിനാണെങ്കിൽ ഉച്ചയ്ക്ക് 1:30-നുള്ള എറണാകുളം പാസഞ്ചർ പോയി കഴിഞ്ഞാൽ രാത്രി 11:15-നാണ് ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് ഉള്ളത്. ഇതല്ലാതെ സാധാരണ യാത്രക്കാർക്ക് തൃശ്ശൂരിലെത്താൻ ടാക്സി അല്ലാതെ മറ്റു മാർഗങ്ങളില്ല. രാത്രിയിലും ഉറങ്ങാത്ത ക്ഷേത്രനഗരിയിലെത്തുന്നവർ ഇതുമൂലം ബുദ്ധിമുട്ടിലാണ്. കോവിഡിന് മുൻപ് രാത്രി 10 മണിക്കു ശേഷവും തൃശ്ശൂരിലേക്ക് KSRTC ഉണ്ടായിരുന്നു. ഇത് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ഡിസ്ട്രിക്ട് ട്രാൻസ്പോർട്ട് ഓഫീസർക്ക് നിവേദനം നൽകിയെങ്കിലും നടപടിയായില്ലെന്ന് കേരള കോൺഗ്രസ് M ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി P ഗോപകുമാർ പറഞ്ഞു. ഗുരുവായൂരിന്ന് രാത്രി 9 മണിക്ക് ശേഷം ഭക്തജനങ്ങൾക്കും യാത്രക്കാർക്കും അകലെ നിന്ന് വരുന്ന ജനങ്ങൾക്ക് തൃശ്ശൂർ വരെ എത്തിച്ചേരാൻ ഒരു ബസ് സർവീസ് ഇതുവരെ ഇവിടെ ഉണ്ടായിട്ടില്ല. ഈ വിഷയം ഞങ്ങൾ ഗുരുവായൂർ കേരള കോൺഗ്രസ് M ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റി KSRTCയുടെ DTOയ്ക്ക് ഒരു നിവേദനം നൽകിയിട്ടുണ്ട്. ഈ വിഷയം ചൂണ്ടിക്കാട്ടിയിട്ട് ഇതുവരെ നടപടിയായിട്ടില്ല. എത്രയും വേഗം അതൊന്ന് പരിഹരിക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇതേ തുടർന്ന് ഗതാഗത മന്ത്രിക്കും നിവേദനം നൽകിയിട്ടുണ്ട്. പാലക്കാട് നിന്നും കോഴിക്കോട് നിന്നും കുന്നംകുളം വഴി തൃശ്ശൂരിലേക്ക് രാത്രിയിൽ KSRTC ബസ്സുകളുണ്ട്. ഇതിലൊരെണ്ണം ചൊവ്വല്ലൂർ പടി വഴി തൃശ്ശൂരിലേക്ക് സർവീസ് നടത്തണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെടുന്നു. എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. അഞ്ഞൂരിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ചു. ശനിയാഴ്ച അർദ്ധരാത്രി 12 മണിയോടെ അഞ്ഞൂർ സെന്ററിലാണ് സംഭവം. കുന്നംകുളം ഭാഗത്തു നിന്നും വരുന്ന കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് നിൽക്കുകയായിരുന്നു. കാറിലുണ്ടായിരുന്ന അഞ്ഞൂർ സ്വദേശി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചത് വലിയ അപകടം ഒഴിവാക്കി. കുന്നംകുളം ചൊവ്വന്നൂർ കല്ലഴി ശ്രീ മഹാവിഷ്ണു ഭഗവതി ക്ഷേത്രത്തിലെ വേലപൂരം ആഘോഷിച്ചു. ശനിയാഴ്ച വൈകിട്ട് 4 മണിയോടെ മേഖലയിലെ 20 പ്രാദേശിക കമ്മിറ്റികളുടെ ആഘോഷങ്ങൾ ആരംഭിച്ചു. നാടൻ കലാരൂപങ്ങൾ, കരിങ്കാളികൾ, വർണ്ണക്കാവടി, കാള, വ്യത്യസ്തമായ തെയ്യങ്ങൾ, മറ്റു കലാരൂപങ്ങൾ എന്നിവ വേലപൂരത്തിന് മാറ്റേകി. രാത്രി 10 മണിയോടെ കലാരൂപങ്ങളുടെ ആഘോഷങ്ങൾ സമാപിക്കും. ഈ വർഷം 2 ദിവസങ്ങളിലായാണ് പൂരം ആഘോഷിക്കുന്നത്. ഞായറാഴ്ച ആനപ്പൂരം ആഘോഷിക്കും. പൂരദിവസം രാവിലെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കക്കാട് വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ വിശേഷാൽ പൂജയും നവകാഭിഷേകം, പഞ്ചഗവ്യാഭിഷേകം എന്നിവയും ഉണ്ടായിരിക്കും. ഉച്ചയ്ക്ക്
1 മണിയോടെ 11 ദേശകമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പൂരങ്ങൾ എഴുന്നള്ളിക്കും. തുടർന്ന് ദേശപ്രദക്ഷിണത്തിനു ശേഷം വൈകിട്ട് 5:30 പൂരങ്ങൾ ക്ഷേത്രത്തിൽ കൂട്ടിയെഴുന്നള്ളിക്കും. പേരുകേട്ട 25 ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരക്കും. തുടർന്ന് നടക്കുന്ന പാണ്ടിമേളത്തിന് വെള്ളിത്തിരുത്തി ഉണ്ണിനായർ നേതൃത്വം നൽകും. വൈകിട്ട് ദീപാരാധനയ്ക്കു ശേഷം നടക്കൽപ്പറയും ഉണ്ടായിരിക്കും. രാത്രി പൂരം പുലർച്ചെ 1 മണിക്ക് എഴുന്നള്ളിക്കും. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് ഇ.കെ. നായനാർ സ്മാരക കോൺഫറൻസ് ഹാളിൽ നടന്ന ലാപ്ടോപ്പ് വിതരണ ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് N.S. ധനൻ അധ്യക്ഷനായി. വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷക്കീല ഷമീർ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ N.A. ബാലചന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ്, രാജി വേണു, P.K. അസീസ്, A.A. കൃഷ്ണൻ, സെബീന റിറ്റോ, T.O. ജോയ്, അഡ്വക്കേറ്റ് P.V. നിവാസ്, ജയൻ പാണ്ഡിയത്ത്, ശരത് രാമനുണ്ണി, K.K. ജയന്തി, ഷീബ ചന്ദ്രൻ, അസിസ്റ്റന്റ് സെക്രട്ടറി C.O. ആന്റോ, SC പ്രമോട്ടർ ശ്യാമ തുടങ്ങിയവർ സംബന്ധിച്ചു. ജില്ലാ പഞ്ചായത്ത് വിഹിതം 3,39,840 രൂപയും പഞ്ചായത്ത് വിഹിതം 3,160,000 രൂപയും ചേർത്ത് 6,40,000 രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിട്ടുണ്ടായിരുന്നത്. പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നായി 18 വിദ്യാർത്ഥികൾക്കാണ് ലാപ്ടോപ്പ് വിതരണം ചെയ്തത്. കേച്ചേരി ഗവൺമെന്റ് LP സ്കൂളിന്റെ 109ാം വാർഷിക രക്ഷാകർതൃ ദിനാഘോഷങ്ങളും നവീകരിച്ച കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനവും നടന്നു. സ്കൂൾ അങ്കണത്തിൽ നടന്ന വാർഷികാഘോഷം മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയത്തിലെ അധ്യാപകരുടെയും PTA കമ്മിറ്റിയുടെയും സഹകരണത്തോടെ നവീകരിച്ച കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനവും മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി. സീനിയർ അധ്യാപിക S. ബിന്ദു വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം A.V. വല്ലഭൻ മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P.T. ജോസ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജൂലറ്റ് വിനു, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ, കെൽ ചെയർമാൻ P.K. രാജൻ മാസ്റ്റർ, ചൊവ്വന്നൂർ ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ അനീഷ് ലോറൻസ്, ആസൂത്രണ സമിതി ചെയർമാൻ T.C. സെബാസ്റ്റ്യൻ മാസ്റ്റർ, പ്രധാനാധ്യാപിക P.B. സജിത ടീച്ചർ, PTA പ്രസിഡന്റ് K.A. അസ്ബർ, MPTA പ്രസിഡന്റ് P.A. ഫസീന, സ്കൂൾ ലീഡർ അബിയ K. ബിനിൽ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവർക്ക് അനുമോദനവും സമ്മാനദാനവും നടന്നു. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ മെറ്റലും കോറിപ്പൊടിയുമിട്ട് ഉയർത്തിയ റോഡിൽ ടാറിംഗ് നടത്താത്തത് യാത്രക്കാരെ വലയ്ക്കുന്നു. പഴഞ്ഞി ഹൈസ്കൂളിന് സമീപം സെന്റ് ഗ്രിഗോറിയോസ് കുരിശുപള്ളി റോഡിലാണ് ടാറിംഗ് നടത്താത്തത്. ഈ ഭാഗത്ത് മഴക്കാലത്ത് വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ റോഡ് ഉയർത്തിയെങ്കിലും ടാറിംഗ് നടത്തിയില്ല. ഇതോടെ ഈ വഴിയുള്ള യാത്ര ഏറെ ബുദ്ധിമുട്ടിലായി. ജെറുസലേമിൽ നിന്നും ഐനൂർ ഭാഗത്തേക്കുള്ള എളുപ്പവഴിയായതിനാൽ ഒട്ടേറെ വാഹനങ്ങളാണ് ഈ വഴി കടന്നുപോകുന്നത്. ടാറിംഗ് നടത്തി ഗതാഗത സൗകര്യമൊരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പുന്നൂർകുളം സാഹിത്യ സമിതി മികച്ച വായനക്കാരന് നൽകിവരുന്ന അശോകൻ നാലപ്പാട്ട് സ്മാരക വായന അവാർഡ് സമർപ്പണം ജൂൺ 19 വായനാ ദിനത്തിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 10,001 രൂപയും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. MT വാസുദേവൻ നായരുടെ കഥകളും നോവലുകളുമാണ് അവാർഡിനായി വായിച്ച് കുറിപ്പുകൾ തയ്യാറാക്കേണ്ടത്. മുൻ വർഷ വായനാക്കുറിപ്പുകളോ അവാർഡ് ജേതാക്കളെയോ വീണ്ടും പരിഗണിക്കില്ല. എൻട്രികൾ മെയ് 10 മുമ്പ് കൺവീനർ പുന്നൂർകുളം സാഹിത്യ സമിതി, കുന്നത്തൂർ, പുന്നൂർകുളം എന്ന വിലാസത്തിൽ അയക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 94 47 83 19 61 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികളായ പ്രസിഡന്റ് KB സുകുമാരൻ, സെക്രട്ടറി ഉമ്മർ അറക്കൽ, സ്ഥാപക ചെയർമാൻ അബ്ദുൾ പുന്നൂർകുളം, വൈസ് പ്രസിഡന്റ് ഡെറി പോൾ, ട്രഷറർ ഷാജൻ വാഴപ്പുള്ളി എന്നിവർ പങ്കെടുത്തു. വേലൂർ പഞ്ചായത്ത് ജ്വാല 2025 അങ്കണവാടി കലോത്സവം വർണ്ണാഭമായി. വേലൂർ RSRV ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന ഭിന്നശേഷി കലോത്സവത്തിൽ ഫാൻസി ഡ്രസ് വിഭാഗം മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ വൈദേഹി TS ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ CF ജോയ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷേർലി ദിലീപ് കുമാർ, മെമ്പർമാരായ വിമല നാരായണൻ, ആരിഫ സാബിർ, ശുഭ അനിൽകുമാർ, ബിന്ദു ശർമ്മ, സുബ്രഹ്മണ്യൻ PA എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ സ്വാഗതവും ICDS സൂപ്പർവൈസർ സഹീറ നന്ദിയും പറഞ്ഞു. പഞ്ചായത്തിലെ എല്ലാ അങ്കണവാടികളിൽ നിന്നുമായി 250ഓളം കുട്ടികൾ വിവിധതരം കലാപരിപാടികൾ അവതരിപ്പിച്ചു. കലാപരിപാടികൾ അവതരിപ്പിച്ച എല്ലാ കുട്ടികളെയും ആദരിച്ചു. കുട്ടികൾക്കും മാതാപിതാക്കൾക്കും അംഗൻവാടി ജീവനക്കാർക്കും പഞ്ചായത്ത് ഭരണസമിതി നന്ദി രേഖപ്പെടുത്തി.
എരുമപ്പെട്ടി പാഴിയോട്ടുമുറി ശ്രീ പാറക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ വേല പൂര മഹോത്സവം ആഘോഷിച്ചു. രാവിലെ വിശേഷാൽ പൂജകൾ, തുടർന്ന് നടക്കൽ പറവെപ്പ് നടന്നു. പറവെപ്പിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ഉച്ചതിരിഞ്ഞ് 2 ഗജവീരന്മാരുടെയും മേളത്തിന്റെയും അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് നടന്നു. വൈകിട്ട് വിവിധ ദേശ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം, നാദസ്വരം, കാവടി, തെയ്യം, ശിങ്കാരിമേളം, കാളവേല, കരിങ്കാളിപ്പട തുടങ്ങിയ കലാരൂപങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. രാത്രി കരിയന്നൂർ താര ശ്രീദുർഗ കുടുംബശ്രീ, ചുള്ളിവളപ്പിൽ താല കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ താലം വരവും ഉണ്ടായി. ചൂണ്ടൽ സാൻതോം ഇടവക ഉണ്ണീശോ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഉണ്ണീശോയുടെയും കന്യകാമാതാവിന്റെയും യൗസപിതാവിന്റെയും സെബസ്ത്യാനോസിന്റെയും തോമാസ് ലീഹയുടെയും സംയുക്ത തിരുനാളാണ് വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായി ആഘോഷിക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 6:30 ഇടവകാംഗമായ ഫാദർ ലെനിൻ ചക്രമാക്കിൽ കാർമ്മികനായി ദിവ്യബലി, ലതീഞ്ഞ, നൊവേന എന്നിവ നടന്നു. തുടർന്ന് വൈദ്യുതി ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മവും ഉണ്ടായി. ശനിയാഴ്ച രാവിലെ 6:15 ഫാദർ ജോഷി ചൂണ്ടൽ കാർമ്മികനായി ദിവ്യബലി, ലതീഞ്ഞ, നൊവേന എന്നീ തിരുകർമ്മങ്ങൾക്ക് ശേഷം വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിക്കൽ, കുടുംബ യൂണിറ്റിലേക്കുള്ള അമ്പ്, വെഞ്ചിരിപ്പ് എന്നിവ നടന്നു. രാത്രി 11 മണിക്ക് അമ്പ് പ്രദക്ഷിണങ്ങൾ ദേവാലയത്തിലെത്തി സമാപിക്കും. തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ 6:15 ദിവ്യബലിയും 10 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും ഉണ്ടാകും. ഫാദർ ജേസൺ വടക്കേത്തല മുഖ്യ കാർമ്മികനാകും. ഫാദർ ഫെക്സിൻ കുത്തൂർ തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 4:30 ഫാദർ ജെറിൻ ചൂണ്ടലിന്റെ കാർമ്മികത്വത്തിൽ ദിവ്യബലിയും തുടർന്ന് ഭക്തിനിർഭരമായ പ്രദക്ഷിണവും നടക്കും. തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ സനോജ് അറങ്ങാശ്ശേരി, കൈക്കാരന്മാരായ CJ ജിജു മാസ്റ്റർ, PA ജോൺസൺ, എഡ്വിൻ പോൾ, ജനറൽ കൺവീനർ രജു ജോർജ് എന്നിവർ നേതൃത്വം നൽകും. ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വാർഷികം ആഘോഷിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഭരണസമിതി അംഗം മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിച്ചു. പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ മഠം മേധാവി സദ്ഭാവാനന്ദ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ദേവസ്വം ഭരണസമിതി അംഗം C മനോജ്, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് PV സത്യൻ, പ്രിൻസിപ്പൽ T രേഖ, PTA പ്രസിഡന്റ് VP പ്രദീപ്, ഡോക്ടർ AC രഘു, PV സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. വിരമിച്ച അധ്യാപകരെ ഉപഹാരം നൽകി ആദരിച്ചു. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും കലാകായിക രംഗത്ത് മികവ് തെളിയിച്ചവർക്കും ഉപഹാരം നൽകി. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. അശ്വമേധം ക്യാമ്പയിന് ചാവക്കാട് നഗരസഭയിൽ തുടക്കമായി. ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ ഭാഗമായി അശ്വമേധം 6.0 കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശന യജ്ഞത്തിനാണ് നഗരസഭയിൽ തുടക്കമായത്. പാടുകൾ പരിശോധിക്കാം, ആരോഗ്യം കാക്കാം എന്ന സന്ദേശമുയർത്തി ചാവക്കാട് നഗരസഭയും താലൂക്ക് ആസ്ഥാന ആശുപത്രിയും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ചാവക്കാട് നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. ജനുവരി 31 മുതൽ ഫെബ്രുവരി 12 വരെയാണ് ഭവന സന്ദർശനം നടത്തുക. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന സലീം, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ റഷീദ്, ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഷപ്ന കൃഷ്ണൻ, ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിന്ധു, ജനപ്രതിനിധികൾ, അംഗൻവാടി പ്രവർത്തകർ, ആശാപ്രവർത്തകർ, താലൂക്ക് ആശുപത്രി പൊതുജനാരോഗ്യ വിഭാഗം ജീവനക്കാർ, CDS പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. വടക്കേക്കാട് കൗക്കാനപ്പെട്ടി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിന്റെ കൊടിയേറ്റം നടന്നു. ക്ഷേത്രം മേൽശാന്തി മനോജ് ആലപ്പുഴ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിജേഷ് വട്ടേക്കോട്ട് വെള്ളി ശൂലവും വെള്ളിമാലയും സമർപ്പിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ അശോകൻ, മോഹനൻ മമ്പറമ്പത്ത്, ബാബു വടക്കേക്കാട് എന്നിവർ നേതൃത്വം നൽകി. ഫെബ്രുവരി 10, 11 തീയതികളിലാണ് തൈപ്പൂയ മഹോത്സവം. ഫെബ്രുവരി 10 തിങ്കളാഴ്ച വാദ്യമേളങ്ങളോടുകൂടിയ തിറ, കാവടി, കരിങ്കാളി, തെയ്യം എന്നിവയും പ്രാദേശിക പൂരങ്ങളും ക്ഷേത്രത്തിൽ എത്തിച്ചേരും. തൈപ്പൂയ ദിവസം 12-ാം തീയതി ചൊവ്വാഴ്ച പുലർച്ചെ 5:30 ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, നിവേദ്യം, ഉഷപൂജ, കലശം, അഭിഷേകങ്ങൾ, ഉച്ചപൂജ എന്നിവ ഉണ്ടാകും. അന്നദാനവും ഉണ്ടായിരിക്കും. പൂത്താലത്തിന്റെ അകമ്പടിയോടുകൂടി ശൂലധാരികൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. തുടർന്ന് ദീപാരാധന, അത്താഴപൂജ എന്നിവയ്ക്ക് ശേഷം ഉത്സവത്തിന് കൊടിയിറങ്ങും. പുന്നൂർകുളം കുണ്ടനി ദണ്ഡൻ സ്വാമി ക്ഷേത്രത്തിൽ വേല ഉത്സവത്തിന് ഞായറാഴ്ച കൊടിയേറ്റത്തോടെ തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 9 ക്ഷേത്രമേൽശാന്തി ബാലൻ തണ്ടേങ്ങാട്ടിൽ കൊടിയേറ്റ ചടങ്ങിന് മുഖ്യകാർമ്മികത്വം വഹിക്കും. രാത്രി 8 നാട്ടുതാലവും ഉണ്ടാകും. പരൂർ ശിവക്ഷേത്രത്തിൽ നിന്നാരംഭിച്ച് കുണ്ടനി ക്ഷേത്രത്തിൽ സമാപിക്കും.
നവീകരണ കലശ ചടങ്ങുകൾ ചൊവ്വാഴ്ച ആരംഭിച്ച് വെള്ളിയാഴ്ച പുനഃപ്രതിഷ്ഠയോടെ സമാപിക്കും. ബുധനാഴ്ച രാത്രി 7-ന് UV കുണ്ടനിയുടെ ആഭിമുഖ്യത്തിൽ കുന്നത്തൂർ ശ്രീ സരസ്വതി ബാലഗോകുലം അവതരിപ്പിക്കുന്ന കലാസന്ധ്യ, വ്യാഴാഴ്ച രാത്രി 7-ന് GCC UVയുടെ ആഭിമുഖ്യത്തിൽ നാടൻപാട്ട്, വെള്ളിയാഴ്ച പ്രതിഷ്ഠാദിനം രാവിലെ വിശേഷാൽ പൂജകൾ, ഉച്ചയ്ക്ക് പ്രണാമം കുണ്ടനിയുടെ അന്നദാനം, രാത്രി 7-ന് ദേശക്കൂട്ടം കലാവിധി നടത്തുന്ന ഗാനമേള, ശനിയാഴ്ച വേലദിവസം രാവിലെ പറവെപ്പ്, വിശേഷാൽ പൂജകൾ, 11-ന് അന്നദാനം, വൈകിട്ട് 5:30-ന് വിവിധ ആഘോഷ സമിതികളുടെ നേതൃത്വത്തിൽ വേലകയറ്റം, രാത്രി നാടകം എന്നിവയുണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ KM പ്രകാശൻ, CK ഷൺമുഖൻ, MG സന്തോഷ് എന്നിവർ പങ്കെടുത്തു. CPIM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പഴഞ്ഞിയിൽ സംഘടിപ്പിച്ച ജില്ലാതല വോളിബോൾ ടൂർണമെന്റ് ആവേശകരമായി. CPM പഴഞ്ഞി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് സ്കൂൾ ഫ്ലഡ് ലൈറ്റ് ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിന്റെ ഉദ്ഘാടനം MLA AC മൊയ്തീൻ നിർവഹിച്ചു. ലോക്കൽ സെക്രട്ടറി AA മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ MN സത്യൻ, M ബാലാജി, ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, ബ്ലോക്ക് മെമ്പർ NK ഹരിദാസൻ, പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ, കാട്ടകമ്പാൽ ലോക്കൽ സെക്രട്ടറി VK ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ നിന്നായി 8 ടീമുകൾ പങ്കെടുത്ത വാശിയേറിയ ടൂർണമെന്റിൽ വോളി വാരിയേഴ്സ് വേലൂർ കിരീടം നേടി. കുന്നംകുളം സ്റ്റാർലൈൻ വോളിറ്റി റണ്ണേഴ്സ് ട്രോഫിയും കരസ്ഥമാക്കി. ടൂർണമെന്റിന് CPIM നേതാക്കളായ VC ഷാജൻ, PM അലി, അബൂബക്കർ, അബ്ദുൾ ഖാദർ, EA മൊയ്തുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. എടപ്പാളിൽ സിനിമാ തിയേറ്റർ പീഡനക്കേസിൽ പ്രതി ചേർത്ത എരുമപ്പെട്ടി മങ്ങാട് സ്വദേശിയായ പോലീസ് സബ് ഇൻസ്പെക്ടർ KG ബേബിയെ കോടതി കുറ്റവിമുക്തനാക്കി. ചങ്ങരംകുളം പോലീസ് സ്റ്റേഷനിലെ SI ആയിരുന്ന ബേബിയെ കേസെടുക്കാൻ വൈകിയെന്നാരോപിച്ചാണ് സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് പോക്സോ ചുമത്തി കേസെടുത്തിരുന്നത്. 2018-ൽ തിയേറ്ററിൽ വെച്ച് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയോട് മധ്യവയസ്കൻ ശാരീരിക അതിക്രമം നടത്തിയ സംഭവത്തിൽ കേസെടുക്കാൻ വൈകിയെന്ന ആരോപണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുകയും SI ആയിരുന്ന ബേബിയെ സസ്പെൻഡ് ചെയ്ത് പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി പ്രതി ചേർക്കുകയുമായിരുന്നു. 7 വർഷത്തിനുശേഷമാണ് പൊന്നാനി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി കുറ്റക്കാരനല്ലെന്നു കണ്ടെത്തി വെറുതെ വിട്ടത്. സ്റ്റേഷനിൽ ലഭിച്ച വിവരങ്ങൾ കൃത്യമല്ലാത്തതിനാൽ തെളിവുകൾ ശേഖരിക്കാനെടുത്ത കാലതാമസം മാത്രമാണ് കേസെടുക്കാൻ വൈകിയതിന് കാരണമെന്ന് കോടതി കണ്ടെത്തി. ഇതിനുശേഷം FIR ഇട്ട് കേസെടുത്തെന്നും വിലയിരുത്തിയാണ് കോടതി ബേബിയെ കുറ്റവിമുക്തനാക്കിയത്. അഡ്വക്കേറ്റ് KN പ്രശാന്ത്, അഡ്വക്കേറ്റ് പയസ് മാത്യു, അഡ്വക്കേറ്റ് സുപ്രിയ മനോജ് എന്നിവർ ബേബിക്കു വേണ്ടി ഹാജരായി. സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞ് ജോലിയിൽ വീണ്ടും പ്രവേശിച്ച ബേബി 2019-ൽ വിരമിച്ചു. എന്നാൽ സസ്പെൻഷൻ സമയത്ത് ലഭിക്കേണ്ട ശമ്പളവും ആനുകൂല്യങ്ങളും വിരമിക്കുമ്പോഴുള്ള ആനുകൂല്യങ്ങളും ബേബിക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല. പുന്നൂർകുളം ചെറായി ഗവൺമെന്റ് UP സ്കൂൾ 101-ാം വാർഷികവും വിരമിക്കുന്ന പ്രധാന അധ്യാപികയ്ക്ക് യാത്രയയപ്പും NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ അധ്യക്ഷയായി. നടൻ വിനോദ് കോവൂർ മുഖ്യാതിഥിയായി. വിരമിക്കുന്ന പ്രധാന അധ്യാപിക PR ഗീതാകുമാരി മറുപടി പ്രസംഗം നടത്തി. വിനോദ് കോവൂരിന്റെ വിനോദയാത്ര എന്ന പുസ്തകം പ്രധാന അധ്യാപികയ്ക്ക് കൈമാറി. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ റഹീം വീട്ടിപ്പറമ്പിൽ എൻഡോമെന്റ് വിതരണം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK നിഷാർ, ഗ്രീഷ്മ ഷനോജ്, ആലത്തയിൽ മൂസ, ബിന്ദു, ശോഭ പ്രേമൻ തുടങ്ങിയവർ സംസാരിച്ചു. PTA പ്രസിഡന്റ് സ്നേഹ് മോഹൻ സ്വാഗതവും PTA വൈസ് പ്രസിഡന്റ് റഹീം ആലുങ്ങൽ നന്ദിയും പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പന്നിത്തട മേഖലാ കമ്മിറ്റി പ്രവർത്തക യോഗം വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി ജില്ലാ കമ്മിറ്റി അംഗവുമായ മിനി അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. പന്നിത്തടം ഓഫീസിൽ നടന്ന പ്രവർത്തക യോഗം ജനാധിപത്യ അസോസിയേഷൻ മേഖലാ പ്രസിഡന്റ് ഷീജ മണി അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി ഏരിയ ട്രഷററും ജില്ലാ കമ്മിറ്റി അംഗവുമായ മീന സാജൻ, മേഖലാ ട്രഷറർ ലളിത ഗോപി, സുഗിജ സുമേഷ് എന്നിവർ സംസാരിച്ചു. ശ്രീ പുഷ്പക ബ്രാഹ്മണ സേവാ സംഘം തൃശൂർ ജില്ലാ യുവവേദിയുടെ ആഭിമുഖ്യത്തിൽ കലാകായിക ഉപസമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ പുഷ്പക പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റ് 3ാം സീസൺ സംഘടിപ്പിക്കുന്നു. ഞായറാഴ്ച രാവിലെ 7 മണി മുതൽ തൃശൂർ കൊടകര പേരാമ്പ്രയിലുള്ള ബൈജൂസ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടക്കുന്ന ടൂർണമെന്റിൽ ജില്ലയിൽ നിന്നും 15 വയസ്സിന് മുകളിൽ പ്രായമുള്ള സമുദായാംഗങ്ങൾ 4 ടീമുകളായി തിരിഞ്ഞാണ് മത്സരം. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 7700 രൂപ, പവന് 61,600 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 101 രൂപ. ചർമ്മം
തിരുവെങ്കിടം ചെറുവത്തൂർ കുരിയാക്കു അന്തോണി നിര്യാതനായി 85 വയസ്സായിരുന്നു. സംസ്കാരം ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയ സെമിത്തേരിയിൽ നടന്നു. റോസിലി ഭാര്യയും ബേബി ജോയ്, ബാബു, സൈമൺ എന്നിവർ മക്കളുമാണ്. മുൻ മലബാർ ദേവസ്വം ബോർഡ് അംഗവും ഗുരുവായൂർ പടിഞ്ഞാറേനട പരുവക്കാട്ടിൽ വിജയലക്ഷ്മി നിര്യാതയായി 77 വയസ്സായിരുന്നു. പരേതനായ കൈതക്കാട്ട് ശിവശങ്കരൻ ഭർത്താവാണ്. ജ്യോതി, രാജേഷ്, അഡ്വക്കേറ്റ് ശ്രീജ, ജയശ്രീ എന്നിവർ മക്കളാണ്. സംസ്കാരം ഞായറാഴ്ച രാവിലെ 9-ന് പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടക്കും. കടവല്ലൂർ മടപ്പാട്ടിൽ പരേതനായ ഗോപിനാഥൻ ഭാര്യ കാർത്തികേയനിയമ്മ നിര്യാതയായി 77 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 10-ന് ചെറുതുരുത്തി ശാന്തി തീരത്ത് നടക്കും. മനോജ്, മഞ്ജുള, മഞ്ജുഷ എന്നിവർ മക്കളാണ്. മറ്റം കാക്കശ്ശേരി ഗീവർ എന്ന ഗിൽബർട്ട് നിര്യാതനായി 70 വയസ്സായിരുന്നു. ആനിയാണ് ഭാര്യ. ഗിനീഷ്, ഗിനിത എന്നിവർ മക്കളാണ്. സംസ്കാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30-ന് ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രലിൽ നടക്കും. പഴഞ്ഞി ചീരൻ പരേതനായ ചാക്കോരുവിന്റെ ഭാര്യ ലില്ലി നിര്യാതയായി 80 വയസ്സായിരുന്നു. ലിസി, മിനി, ലാലി, ജോൺസൺ, ബേബി, സബി എന്നിവർ മക്കളാണ്. സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് 2 മണിക്ക് പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മധ്യവർഗത്തെ സന്തോഷിപ്പിക്കുന്ന നികുതി പ്രഖ്യാപനങ്ങളോടെ നിർമ്മല സീതാരാമന്റെ ബജറ്റ് അവതരണം. ബീഹാറിന് കോളടിച്ചപ്പോൾ കേരളത്തിന് അവഗണന. 12 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായ നികുതി ഒഴിവാക്കി. പുന്നൂർക്കുളം നാക്കോലയിൽ ഷാപ്പിൽ നിന്നും കള്ളുകുടിച്ചതിനു ശേഷം ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട 2 പേർ വടക്കേക്കാട് CHCയിലും തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലും ചികിത്സ തേടി. അണ്ടത്തോട് സ്വദേശികളായ തറയിൽ ശാലോം, അണ്ടത്തോട് കാട്ടിലകത്ത് മനീഷ് എന്നിവർക്കാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടി കൗൺസിൽ യോഗ തീരുമാനങ്ങൾ മാറ്റിയെഴുതുന്നു എന്നാരോപിച്ച് കുന്നംകുളം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. സ്വകാര്യ ബസ്സുകളുടെ നഗ്നമായ ട്രാഫിക് ലംഘനത്തെ ചൊല്ലി ഭരണകക്ഷിയംഗം ഉൾപ്പെടെയുള്ളവർ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. രാജ്യത്തെ പ്രമുഖ തീർത്ഥാടന നഗരിയായ ഗുരുവായൂരിൽ നിന്നും ചോലൂർപടി വഴി തൃശൂരിലേക്ക് രാത്രിയിൽ ബസ് സർവീസ് ഇല്ലാത്തത് യാത്രക്കാരെ വലയ്ക്കുന്നു. കോവിഡിന് മുമ്പുണ്ടായിരുന്ന സർവീസുകൾ പുനരാരംഭിക്കാത്തതാണ് രാത്രികാല യാത്രക്കാരെ വലയ്ക്കുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.